കോൺഗ്രസിലെ ഉൾപോര് തുടരുന്നു. ടി.എൻ. പ്രതാപനെയും അനിൽ അക്കരെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കെ.പി.സി.സി പ്രസിഡന്റിന് പരാതി. നിലവിലെ ഡി.സി.സി പ്രസിഡന്റ് ശ്രീകണ്ഠനെതിരെയും പരാതിയുമായി സേവ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. തൃശൂർ, കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന സംയുക്ത സമിതി കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ. തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ അതിരൂപത ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യാറില്ലെന്നും പാസ്റ്റൽ കൌൺസിൽ. കട്ലപൂവത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പ്രതിഷേധിച്ച കർഷകർ. ദേശീയപാത ചെമ്പൂശ്ശേരിയിൽ എയർഗണ്ണും കഞ്ചാവും നിരോധിച്ച് ഇലക്ട്രോണിക് സിഗരറ്റുമായി 4 യുവാക്കൾ പിടിയിലായത് കൊല്ലം ഗുരുവായൂർ സ്വദേശികൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. തൃശൂർ DE ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കോൺഗ്രസിലെ ഉൾപോര് തുടരുന്നു. ടി.എൻ. പ്രതാപനെയും അനിൽ അക്കരെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കെ.പി.സി.സി പ്രസിഡന്റിന് പരാതി. നിലവിലെ ഡി.സി.സി പ്രസിഡന്റ് ശ്രീകണ്ഠനെതിരെയും സേവ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. തൃശൂരിലെ കോൺഗ്രസിന്റെ ശാപം ടി.എൻ. പ്രതാപനും അനിൽ അക്കരെയുമാണെന്ന് സേവ് കോൺഗ്രസ് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രതാപനും അനിൽ അക്കരയ്ക്കുമായിരുന്നു. തോൽവിക്ക് കാരണക്കാരായ ഇരുവരെയും സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വെറുതെയിരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനും പരാതി നൽകിയത്. പ്രതാപൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണം വാങ്ങി സീറ്റുകൾ വിൽക്കുന്നു. മാസത്തിൽ 2 തവണ വിദേശയാത്ര നടത്തുന്ന പ്രതാപന് എത്ര പാസ്പോർട്ടുണ്ട്? ബിനാമി ബിസിനസിന്റെ കണക്ക് നോക്കാനാണോ യാത്രകൾ? സ്നേഹതീരം അഴിമതി അന്വേഷണം ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചെഴുതിത്തള്ളി. ഇങ്ങനെ പ്രതാപൻ വളരും, കോൺഗ്രസ് തളരും എന്ന തലക്കെട്ടോടെ ഗുരുതര ആരോപണങ്ങളും സേവ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നു. അനിൽ അക്കരയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഹൈറിച്ച് കമ്പനി തട്ടിപ്പ്, അത് എങ്ങനെ കോൺഗ്രസിനെ ബാധിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അനിലിനെതിരെ ആരോപിക്കുന്നത്. ഇവർക്ക് പുറമെ ഇപ്പോഴത്തെ ഡി.സി.സി പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠനെതിരെയും പരാതിക്കാർ രംഗത്തെത്തി. അനിൽ അക്കരയെ മണലൂരിന്റെ ചുമതല നൽകിയതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ശ്രീകണ്ഠൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ എന്നാണ് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതാപന് മണലൂരിൽ സീറ്റ് തരപ്പെടുത്താനാണ് ഈ നീക്കമെന്നും ഇവർ ആരോപിക്കുന്നു. ഡി.സി.സി പ്രസിഡന്റിനെയും UDF ജില്ലാ ചെയർമാനെയും തലസ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അലയൊലികൾ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുകയാണ്. ഇത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തിനുള്ളത്. TCV തൃശൂർ. തൃശൂർ, കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന സമിതി കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ജൂലൈ 2 റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നുവരുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ. അനർഹമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിരൂപത നേതൃത്വം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചു എന്ന ആരോപണം വേദനാജനകവും ഞെട്ടലുളവാക്കുന്നതുമാണ്. തൃശൂർ അതിരൂപത തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യാറില്ല. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുള്ള ജനവിധിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നു വരുന്ന തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തൃശൂർ അതിരൂപത നേതൃത്വം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജനാധിപത്യവും മതേതരത്വവും മതനിരപേക്ഷതയും ന്യൂനപക്ഷ അവകാശങ്ങളും മതസാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് തൃശൂർ അതിരൂപതയും സ്വീകരിച്ചത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും തങ്ങളുടെ നിലപാടെന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസം 25 തൃശൂരിൽ വെച്ച് സംഘടിപ്പിച്ച ആയിരക്കണക്കിന് പേര് പങ്കെടുത്ത സമുദായ ജാഗ്രതാ സമ്മേളനം അതിൽ തൃശൂർ അതിരൂപതയുടെ നിലപാട് സംശയലേശമന്യേ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിനുശേഷവും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചില ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയും അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ
തൃശൂർ, ആലത്തൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ തൃശൂർ അതിരൂപതയുടെ ഭാഗമായ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ ഉണ്ടായത് മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്നും പാസ്റ്ററൽ കൗൺസിൽ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ജൂലൈ 3 സെന്റ് തോമസ് ദിനം അവധിയായി പ്രഖ്യാപിക്കണമെന്നും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സെന്റ് തോമസ് ദിനം അവകാശ ദിനമായി ആചരിക്കും. ജൂലൈ 3 തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് റാലിയും ധർണയും സംഘടിപ്പിക്കും. ഇടവകകളിൽ ഒപ്പ് ശേഖരണവും നടത്തുമെന്നും കൗൺസിൽ അറിയിച്ചു. തൃശൂർ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ്, ജനറൽ സെക്രട്ടറി KC ഡേവിസ്, അതിരൂപത പബ്ലിക് റിലേഷൻ പ്രസിഡന്റ് ജോർജ് ചിറമൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. കട്ടിലപൂവത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ കട്ടിലപ്പൂവം SN മുക്കിൽ താഴത്ത് മാരിയിൽ കുര്യൻ, വെള്ളാരത്തിൽ ജെയിംസ്, നെല്ലിക്കുന്നേൽ ഫിലിപ്പ് എന്നീ കർഷകരുടെ പുരയിടത്തിലെ കൃഷിയാണ് നശിപ്പിച്ചത്. 3 കർഷകരുടെ 2 ഏക്കറോളം വരുന്ന പറമ്പിലെ കായ്ക്കാറായ തെങ്ങുകളും കുലച്ച വാഴകളും ചവിട്ടിമെതിക്കുകയും 3 വർഷത്തിലേറെ പ്രായമായ ജാതി മരങ്ങൾ കടപുഴയ്ക്ക് എറിയുകയുമാണ് ചെയ്തിരിക്കുന്നത്. നേരം പുലരുമ്പോഴേക്കും ആനകൾ കാട് കയറി. താഴത്ത് മാരിയിൽ കുര്യൻ്റെ കമ്പിവേലി കൊണ്ട് അതിരിട്ട കൃഷിയിടത്തിലേക്ക് വേലി തകർത്താണ് ആനകൾ ഇറങ്ങിയത്. രാപകലില്ലാതെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ കൃഷിയാണ് ഇത്. വർഷങ്ങളായിട്ട് ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരാറില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടടുത്ത പറമ്പിൽ, എൻ്റെ അനിയൻ്റെ പറമ്പിൽ വന്ന് അവിടെ കുറേ തെങ്ങുണ്ടായിരുന്നു, കളഞ്ഞു. അത് വേലി നല്ല വേലി ഇട്ടിരുന്ന, ഈ കമ്പിവേലി ഇട്ടിരുന്ന ആ കമ്പിവേലി അടക്കം ചവിട്ടി പൊളിച്ചാണ് ഈ പറമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു 1 ലക്ഷം രൂപയുടെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് പണിയാൻ തന്നെ നല്ലൊരു തുകയായിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ മുകളിൽ എനിക്കിപ്പോൾ നഷ്ടം പറഞ്ഞു കഴിഞ്ഞാലും അത് കുറവായിട്ടത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷവും വെള്ളാരത്തിൽ ജെയിംസിൻ്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപയാണ് അന്ന് നഷ്ടപരിഹാരം കണക്കാക്കിയത്. കൊലയ്ക്കാറായ തെങ്ങുകൾ നശിപ്പിക്കപ്പെടുമ്പോഴും തൈ ഒന്നിന് 250 രൂപ നഷ്ടപരിഹാരം നൽകുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കർഷകർ പറയുന്നു. അതിന് നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ആകെ 250 രൂപയെന്ന് പറഞ്ഞു ഒരു തെങ്ങിന് അവർ പറഞ്ഞിരിക്കുന്നത് 250 രൂപ ഒരു തെങ്ങിന് കിട്ടിയിട്ട് ഒരു തെങ്ങും തൈക്ക് 250 രൂപ വില കൊടുത്തിട്ടാണ് മേടിച്ചേക്കുന്നത്. ആ പോയ തെങ്ങിന് 250, 3-4 കൊല്ലം വളർത്തിയിട്ട് 250 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ? പാവൽ ഒരു പാർട്ടിക്ക് പാവൽ കാണാൻ പറമ്പ് വിട്ടു കൊടുക്കുന്നു. അവൻ്റെ ഒരു 5-6 തടം പാവൽ മുളച്ച് വന്ന് പന്തലേക്ക് കയറാറായി വരുന്നത് ചവിട്ടിപ്പറിച്ച് വന്നിട്ടുണ്ട്. ആന ഇവിടെ സ്ഥിരമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ രാവിലെ മൊത്തം ഒന്ന് പരിസരമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഈ മൂലപ്പച്ചയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വാച്ചർമാരടക്കം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരുടെയും ഉപജീവന മാർഗം കൃഷിയാണ്. വന്യമൃഗശല്യത്തെ തുടർന്ന് സമീപ പ്രദേശമായ പുല്ലങ്കണ്ടത്ത് നിന്ന് പലരും താമസം മാറിയിട്ടുണ്ട്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് അറിയിച്ചതിനെ തുടർന്ന് മാടക്കതറ പഞ്ചായത്ത് അധികൃതരും പട്ടിക്കാട് റേഞ്ച് വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അധികൃതരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ് തൃശൂർ. ദേശീയപാത ചെമ്പൂത്രയിൽ കാർ യാത്രക്കാരിൽ നിന്നും എയർഗണ്ണും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവും നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട 4 യുവാക്കളെ PG പോലീസും സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ആദർശ്, ഗുരുവായൂർ സ്വദേശികളായ ഫാസിൽ, റംഷീഖ്, ആകർഷ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് കാറിൽ വരുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. കാറിന്റെ മുൻ സീറ്റിനടിയിൽ നിന്നാണ് എയർഗൺ കണ്ടെടുത്തത്. കാറിന്റെ ഡിക്കിയിൽ നിന്ന് ചെപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മലബാർ മേഖലയിലെ +1 സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ DEO ഓഫീസിലേക്ക് തള്ളിക്കയറാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു. KSU DEO ഓഫീസ് ഉപരോധിക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ ബെന്നറ്റ് റോഡിലെ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിന് മുന്നിൽ പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് DEO ഓഫീസിന്റെ പുറകിലെ വഴിയിലൂടെ എത്തിയ KSU പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ 7ഓളം പ്രവർത്തകരാണ് DEO ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി.
+1 പ്രവേശനത്തിന് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ സമരത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്കൂൾ ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നതിനാൽ മതിൽ ചാടിയാണ് സമരക്കാർ അകത്ത് കടന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പിന്നീട് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളും സ്കൂൾ അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയച്ചു. അതേസമയം സ്കൂളിലെ വിദ്യാർത്ഥികളായ KSU പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടിയിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, ഭാരവാഹികളായ അബിൻ, അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി. നിയന്ത്രണങ്ങൾ ലംഘിച്ച് സ്കൂൾ സമയത്ത് ദേശീയപാതയിൽ ഓടിയ ടോറസ് ലോറികൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന. പുതുക്കാട്, നന്ദിക്കര എന്നിവിടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയത്. നിരവധി വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പിടികൂടി. ചില വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. രാവിലെ 8:30 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് ഇത്തരം വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കരിങ്കല്ലും മണലും മെറ്റലും കൊണ്ടുവരുന്ന ടോറസ് ലോറികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയും ഇവയെല്ലാം സമയക്രമം പാലിക്കാതെ ഓടുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയത്. പിടികൂടിയ വാഹനങ്ങൾ തുടർ നടപടികൾക്കായി പോലീസിന് കൈമാറുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടൂരിൽ കിണറുകളിൽ രാസമാലിന്യം കലർന്ന സംഭവത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നതായി കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ. രാസമാലിന്യം കുടിവെള്ളത്തിൽ കലർന്നതുമായി ബന്ധപ്പെട്ട് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യം കിണറുകളിൽ കലരുന്നു എന്നാണ് പരാതി. കിണറിൽ രാസമാലിന്യം കലരുന്നതിനെതിരെ കോൺഗ്രസ് സമരം രംഗത്ത് വരികയും ചെയ്തിരുന്നു. എസ്റ്റേറ്റിന് സമീപത്തെ കിണറുകളിലെ ജലം ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി എറണാകുളത്തെ ലാബിലേക്ക് അയച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചൂണ്ടലിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചൂണ്ടൽ സെന്ററിൽ ഡിവൈഡറിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടം തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മുന്നറിയിപ്പ് ബോർഡോ മറ്റ് ദിശാസൂചനാ ബോർഡുകളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. പുന്നേർകുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം പടർന്ന നിലയിൽ കണ്ടത് പരിഭ്രാന്തി പരത്തി. വടക്കേ കുന്നത്ത് റോഡിലാണ് വൻതോതിൽ രക്തം പരന്നതായി പ്രഭാത നടത്തത്തിന് ഇറങ്ങിയവർ കണ്ടത്. രക്തം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. രക്തസാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി പള്ളിപ്പാടത്തെ സ്ഥലം നഗരസഭ ഏറ്റെടുക്കുന്നത് ചർച്ചയാകുന്നു. മാർക്കറ്റ് വികസനത്തിനായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് നഗരസഭ കണ്ടെത്തിയ വെടിക്കെട്ട് പാടത്തെ 5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച പുരോഗമിക്കുന്നത്. മാർക്കറ്റിനോട് ചേർന്ന 3 സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലെ 1 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് ഉപാധിരഹിതമായി നൽകുകയും ബാക്കി 4 ഏക്കർ അതത് ഉടമകൾക്ക് വിട്ടുനൽകുകയും ചെയ്യുന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇതിനായി നഗരസഭയിലെ കൗൺസിലർമാർ അടങ്ങുന്ന അനൌദ്യോഗിക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി സ്വകാര്യ വ്യക്തികളുടെ 2 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിക്കുന്ന മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. LIC ഓഫീസ് പരിസരത്തു നിന്നും വെട്ടുകടവ് റോഡിലേക്ക് ബൈപ്പാസ് നിർമ്മിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ അഴിമതി ആരോപിച്ച അന്നത്തെ പ്രതിപക്ഷമാണ് ഇപ്പോൾ 1 ഏക്കർ സ്ഥലം മാത്രം സൗജന്യമായി ലഭിക്കുന്ന ആസൂത്രണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ആരോപണം. തണ്ണീർത്തടം നികത്തുന്നുവെന്ന് ആരോപിച്ച് ഭരണപക്ഷമായ CPIയും അന്ന് പദ്ധതിയെ എതിർത്തു. തങ്ങളുടെ സ്ഥലം ഒഴിവായി കിട്ടുന്നതിന് 4 ഏക്കർ സ്ഥലത്തിന്റെ ഉടമകൾ 1 കോടി രൂപയാണ് 1 ഏക്കറിന്റെ ഉടമകൾക്ക് മധ്യസ്ഥർ വഴി കൊടുക്കുന്നതത്രേ. ഇടനിലക്കാർ 50 ലക്ഷം രൂപ കൂടി അധികമായി ആവശ്യപ്പെട്ടതിനാലാണ് നീക്കം മന്ദഗതിയിലായതെന്നും പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ പെരിഞ്ഞനം സ്വദേശി അറക്കപ്പുരയ്ക്കൽ ബിജേഷ്, ഓട്ടോ യാത്രികയായ ചന്ദ്രാപിനി സ്വദേശിനി കളരിക്കൽ സേതു ലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീവത്സകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TR രമേഷ് കുമാർ, TK സുധീഷ്, KM ശിവാനന്ദൻ, മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് നിയമങ്ങൾ തകർക്കപ്പെടുന്നത് പല രാജ്യങ്ങളിൽ പല രൂപത്തിൽ നിലവിലുള്ള നിയമങ്ങളാണ്. ദേശീയപാത മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2 ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. എറവക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞ ജീപ്പിന് പിന്നിൽ മറ്റൊരു ജീപ്പും കാറും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞു. കാറിന്റെ മുൻഭാഗം തകർന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ ചളിക്കുളമായി കുട്ടമംഗലം അയ്യൻപടി റോഡ്. എടത്തിരുത്തി പഞ്ചായത്ത് 2ാം വാർഡിലെ അയ്യൻപടി കുട്ടമംഗലം റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. മഴ പെയ്തതോടെ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. കുടിവെള്ള പൈപ്പിടലിനായി കുഴിച്ച ഭാഗം റീസ്റ്റോറേഷൻ പണി പൂർത്തിയാകാത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പോകുന്ന റോഡാണിത്. 1 കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികൾ, വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. കുണ്ട്, കുഴി, വെള്ളക്കെട്ട് എന്നതുപോലെ ഈ അവസ്ഥകൾക്കൊരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക. ചെറിയൊരു മെയിൻ്റനൻസ് ഇവിടെ ജനങ്ങൾ പിരിവെടുത്ത് നമ്മുടെ കുറച്ചിട കുഴി ഹൈറ്റ് കൂട്ടിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പാസ്സായത് അറിയുമെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഈ പൈപ്പിന് വേണ്ടി പൊളിച്ചത് അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധ അറിവും ഉണ്ടായിട്ടില്ല. പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് പറച്ചിൽ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ട്. അതേസമയം റോഡ് ടാറിങ്ങിനായി 10 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം റോഡ് പണി പൂർത്തിയാക്കുമെന്നും വാർഡംഗം ദിൽഷ സുധീർ പറഞ്ഞു. കുടിവെള്ളത്തിനായി പൈപ്പിടുന്ന ജോലികൾ നീണ്ടുപോയതിനാലാണ് ടാറിംഗ് വൈകിയതെന്നും വാർഡംഗങ്ങൾ പറഞ്ഞു. TCV കയ്പമംഗലം. വെള്ളറക്കാട് കടകളുടെ മുന്നിലെ ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് സ്റ്റോപ്പിന് സമീപത്താണ് പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നത്. റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചർച്ചകൾക്ക് ശേഷം ഓട്ടോറിക്ഷ പാർക്കിംഗ് മാർക്ക് ചെയ്ത് പുനഃസ്ഥാപിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, SI അബ്ദുൾ ജബ്ബാർ, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ അശോക് കുമാർ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളം സബ് ട്രഷറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നിലവിൽ സബ് ട്രഷറി ഓഫീസ് ഗുരുവായൂർ റോഡിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3400ഓളം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന ട്രഷറിയുടെ പ്രവർത്തന മേഖലയിൽ 224 സർക്കാർ ഓഫീസുകളുണ്ട്. 2.5 കോടി രൂപ ചെലവിട്ടാണ് 2 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. തൃശൂർ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിരപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. PA ശശികുമാർ, KV ശശിധരൻ, A കണ്ണൻ, KP അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നതായി പരാതി. സന്ധ്യ മയങ്ങിയാൽ തമ്പടിക്കുന്ന അന്യസംസ്ഥാനക്കാർ ഇവിടെയിരുന്ന് മദ്യപിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതാണ് ബസ് കാത്തു നിൽക്കുന്നവർക്ക് ശല്യമാകുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും രാത്രിയോടെ ജോലി കഴിഞ്ഞിറങ്ങുന്ന സ്ത്രീ തൊഴിലാളികൾ ഭയത്തോടെയാണ് ബസ് കയറാനായി സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ബഹളങ്ങൾക്കൊടുവിൽ ലഹരിമൂത്ത സാമൂഹിക വിരുദ്ധർ പലരും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെയാണ് ഉറങ്ങുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്തരത്തിൽ പൊതുശല്യമാകുന്ന ഇവർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളെടുത്തില്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. TCV വടക്കാഞ്ചേരി.
ചാഴൂർ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കുക, കാനകളും തോടുകളും വൃത്തിയാക്കി വെള്ളക്കെട്ട് ദുരിതത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ഔസേ പാൻഡോ, KK അശോകൻ, KS സന്ദീപ്, അബ്ദുൾ സലാം കക്കേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ പണയം വെച്ച് മാത്രമേ സാധിക്കൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. 2.5 ഏക്കറിലധികം വരുന്ന പഴയന്നൂർ നെല്ലുകുത്താംകുളം ശുചീകരിച്ച് SKSSF വിഖായ പ്രവർത്തകർ. പഴയന്നൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തകർ കുളം വൃത്തിയാക്കിയത്. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹചാരി വർക്കിംഗ് ചെയർമാൻ സൽമാൻ ഫൈസി തിരൂർക്കാട്, മഹല്ല് പ്രസിഡന്റ് അസ്നാർ ഹാജി, സെക്രട്ടറി KK അബ്ബാസ്, KA കബീർ, വിഖായ സംസ്ഥാന കൺവീനർ റഷീദ് ഫൈസി കാളിക്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് പ്രവർത്തകർ കാൽനട ജാഥ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PK ജെയിംസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അബൂബക്കർ, ട്രഷറർ സജി ചിറമ്മൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KD സാജൻ, സെക്രട്ടറി V ജിനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ആദരണീയ സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി പ്രസിഡന്റ് LC ഔസേഫ് അധ്യക്ഷയായി. മുൻ പഞ്ചായത്ത് അംഗം PD ആന്റണി, ഡോണി പൊറത്തൂർ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന ചടങ്ങുകൾ 3-ാം തീയതി നമ്മുടെ ഈ നാടിനും എന്ന് ആശംസിക്കുന്നു. ഇനിയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, മഹേഷ്, ഫ്രെഡി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തൃശൂർ, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് എങ്കേക്കാട് മങ്കര മഹല് കമ്മിറ്റി. മഹല് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ സാഹിബ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. മഹല് ഖത്തീബ് മുഹമ്മദ് ബഷീർ ഭാഗവി അധ്യക്ഷത വഹിച്ചു. മിഷൻ ക്വാർട്ടർ സെന്റ് ജോസഫ് CGHSSൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ, PTA പ്രസിഡന്റ് പോൾ ഡേവിഡ്, വാർഡ് കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു. ചേലക്കര കൃഷി ഓഫീസർ CR രേഖ, പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വവ്വാലുകളുടെ തടവറയിൽ ഭീതിയിൽ കഴിയുകയാണ് ദേശമംഗലത്തെ നിരവധി കുടുംബങ്ങൾ. നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ 8-ാം വാർഡ് പള്ളം
ആനങ്ങാട്ട് വളപ്പിൽ നാരായണൻകുട്ടി നായരുടെ 1.5 ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് 2 മാസങ്ങൾക്ക് മുൻപ് വവ്വാലുകൾ കൂട്ടമായി എത്തി സ്ഥിരതാമസമാക്കിയത്. ആദ്യം വീടിന് മുന്നിലുള്ള വലിയ പൂവമരത്തിലാണ് താമസമാക്കിയത്. പിന്നീട് വളപ്പിലുള്ള റബ്ബർ മരങ്ങളുടെ മുകളിലേക്കായി. ഇതോടെ പ്രദേശവാസികളുടെ ദുരിതം ആരംഭിക്കുകയായിരുന്നു. ഈ വഴി പോകുന്ന ആളുകളുടെ ദേഹത്തേക്കും കാഷ്ടവും മൂത്രവും വീഴുന്ന അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ വലിയ ശബ്ദവും സമീപവാസികൾക്ക് ദുരിതമാവുകയാണ്. പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അവർ കൈമലർത്തുകയാണ്. വവ്വാലുകളെ പേടിച്ച് പറമ്പിൽ പണിയെടുക്കാൻ പോലും ആളുകൾ വരാതെയായി. പറമ്പിലെ റബ്ബറിൽ നിന്നും മറ്റുമുള്ള വരുമാനമാണ് നാരായണൻകുട്ടി നായരുടെ ജീവിതമാർഗം. അത് മുടങ്ങുമെന്ന സ്ഥിതിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. വവ്വാല് കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. വഴി നടക്കാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ആകെ ഇതായി. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞതാണ്. ഇനിയിപ്പോൾ മരമൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയണത് വനം വകുപ്പിലേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വീട്ടിലെ കിണർ വവ്വാലുകൾ വീഴാതിരിക്കാൻ മൂടിയിട്ടിരിക്കുകയാണ്. മഴ പെയ്തതോടെ നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന പേടിയും പ്രദേശവാസികൾക്കുണ്ട്. മരങ്ങൾ വെട്ടിമാറ്റുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണിവർ. TCV ചെറുതുരുത്തി. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി തെരേസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ സോളി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുരേഷ് കുമാർ, സുബിനി ധനേഷ്, അനിറ്റ ആന്റണി എന്നിവർ സംസാരിച്ചു. പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ ദേവഹരിതം പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഔഷധ സസ്യങ്ങൾ നട്ട് ദേവഹരിതം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശ്രീദേവി ഡേവിസ്, ജില്ലാ കോർഡിനേറ്റർ ദിദിക C, ക്ഷേത്രം മാനേജർ MV രത്നാകരൻ, ഭവ്യ PL എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വീണ്ടും ചെഞ്ചെവിയൻ ആമയെ കണ്ടെത്തി. കാളമുറി അശോക റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ആമയെ കിട്ടിയത്. തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമ എന്ന് വിളിക്കുന്നത്. ആമയുടെ വലിപ്പത്തിലും കൈകാലുകളുടെ നിറത്തിനും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട്. അപകടകാരിയായി ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു. ആമയ്ക്ക് 3 കിലോയോളം തൂക്കമുണ്ട്. ഏതാനും ദിവസം മുൻപും കളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചെവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു. ആമയെ വന്യജീവി സംരക്ഷകൻ കൂളിമുട്ടം സ്വദേശി അൻസാരി പിടികൂടി വനം വകുപ്പിന് കൈമാറുന്നതിനായി കൊണ്ടുപോയി. മരത്താക്കര KCYMന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈറ്റ് ഫെദേഴ്സ് ക്ലബിൽ സംഘടിപ്പിച്ച ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫാദർ ജോ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം സ്വദേശികളായ വിഷ്ണു, നവനീത് എന്നിവർ 1ാം സ്ഥാനം നേടി. ഡിജോ ഡേവിസ്, അൽജോ ആൻഡോ, ദീപക് ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് വെള്ളത്തേരി കുടുംബശ്രീ ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ഷാഹിദ ഹംസ അധ്യക്ഷയായി. വാർഡ് മെമ്പർ മൈമൂന ഷബീർ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി TP ലോറൻസ്, രമണി രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, സജിത ഷാജി എന്നിവർ സംസാരിച്ചു.
ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ആളൂർ RMHSSലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മൂക അഭിനയവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട പിങ്ക് പോലീസിലെ KR സീമ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ TJ ലൈസൻ, PTA പ്രസിഡന്റ് MV രാജീവ്, MPTA പ്രസിഡന്റ് ലൗലി ജോർജ്, പിങ്ക് പോലീസ് അംഗം PC സാവിത്രി എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ആളൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചീരാഗി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിച്ചു. നെയ്യിനൊപ്പം എണ്ണയും ചേർത്തിരിക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി. സാമ്പിളുകളുടെ പരിശോധനയിലാണ് നെയ്യിനൊപ്പം എണ്ണയും ചേർന്നിരുന്നതായി കണ്ടെത്തിയത്. ചീരാഗ് ഫുഡ് ആൻഡ് ഡയറി പ്രോഡക്ട്സിന്റെ കീഴിലാണ് നെയ്യ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. ബോട്ടിലിൽ സൂക്ഷിച്ച 77 കിലോ നെയ്യും ടിന്നുകളിൽ സൂക്ഷിച്ച 27 കിലോ നെയ്യും പിടിച്ചെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകളിലേക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോൺഗ്രസിലെ ഉൾപ്പോര് തുടരുന്നു. TN പ്രതാപനെയും അനിൽ അക്രയെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട KPCC പ്രസിഡന്റിന് പരാതി. നിലവിലെ DCC പ്രസിഡന്റ് ശ്രീകണ്ഠനെതിരെയും പരാതിയുമായി സേവ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. തൃശൂർ കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന സംയുക്ത സമിതി കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ. തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ അതിരൂപത ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യാറില്ലെന്നും പാസ്റ്റൽ കൌൺസിൽ. കട്ലപൂത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പ്രതിഷേധിച്ച കർഷകർ. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവും നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റുമായി 4 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കൊല്ലം ഗുരുവായൂർ സ്വദേശികൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. തൃശൂർ DE ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.